സംസ്ഥാന എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അവരുടെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ട് നിരവധി തൊഴിൽ ദാന പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നമ്മളുടെ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനും അവരുടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയബിലിറ്റി സർവീസുകളായിരുന്നു പ്രദാനം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് അവരെ സംരംഭകരാക്കുകയും ആ സംരംഭങ്ങൾ വളരുന്നതിലൂടെ അവർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന കുറെ ആളുകൾക്കും അവരുടെ തൊഴിൽ രഹിത അവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ആ പദ്ധതികൾ ഇന്ത്യയിൽ ആകമാനം അതിനൊരു മോഡലായി കേരളം മാറുകയും ചെയ്തിട്ടുണ്ട്. ആ പദ്ധതികളെക്കുറിച്ചാണ് ഈ ആഴ്ചയിലെ മണി വാച്ചിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സമൂഹത്തിന് ഏറ്റവും ഗുണകരമായി മാറിയതുമായ ഒരു പദ്ധതിയാണ് ശരണ്യ. ശരണ്യ പദ്ധതി എന്ന് പറയുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് രൂപം കൊടുത്തിട്ടുള്ളത്. അതായത് വിധവമാരായിട്ടുള്ളവര്, കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകള്, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവര്, വിവാഹമോചനം നേടിയവര്, 30 വയസ്സിന് ശേഷവും വിവാഹം കഴിക്കാത്ത സ്ത്രീകള്, അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, ഇവരെ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഒരു ജീവിതത്തിന് ആവശ്യമായ ഒരു സുസ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ശരണ്യ പ്രവർത്തിക്കുന്നത്. 50,000 രൂപ വരെയാണ് ഈ സ്കീമിൽ വായ്പ ലഭിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് അധികം പ്രോസസ്സുകളില്ലാതെ ആ വായ്പ ലഭ്യമാണ്. ഈ 50,000 രൂപയിൽ 50% സബ്സിഡിയാണ്, പൂർണ്ണമായിട്ട് സബ്സിഡിയാണ്. അപ്പം ബാക്കി വരുന്ന 25,000 രൂപ പലിശയില്ലാതെ 60 ഗഡുക്കളായിട്ട് തിരിച്ചടച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ വായ്പ എടുക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ പരിശീലനങ്ങളും എംപ്ലോയ്മെന്റ് സെന്ററുകൾ വഴി സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുകയും നിരവധി മൈക്രോ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ആരംഭിക്കാവുന്നതും ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെടുകയും എന്നാൽ വീണ്ടും അവരെ പുനരധിവസിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായി ഇത് വളരെ അംഗീകാരം നേടിയ ഒരു പദ്ധതി കൂടിയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നൽകുന്ന രണ്ടാമത്തെ വായ്പാ പദ്ധതിയാണ് കെസ്റു. കെസ്റു മുൻപേ തന്നെ നിലവിലുണ്ട്. അഭ്യസ്തവിദ്യനായ പ്രത്യേകിച്ചും ഒരു തൊഴിൽ നൈപുണ്യം നേടിയിട്ടുള്ള ഒരാൾക്ക് 1 ലക്ഷം രൂപ വരെ കെസ്റു വഴി വായ്പ ലഭിക്കും. ഇത് 22 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് ഈ വായ്പയുടെ കാലാവധി. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളാവണം. വാർഷിക വരുമാനം 40,000 രൂപയിൽ കുറവുള്ള ആളുമായിരിക്കണം. ഈ പദ്ധതി പ്രകാരം 25% തുക അവർക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുകയും അതുവഴി അവരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽ രഹിതരായ യുവതികളുടെയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, പ്രത്യേകിച്ചും 2 മുതൽ 5 വരെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്ക് വായ്പ കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. പരമാവധി 10 ലക്ഷം രൂപ വരെ ഈ പദ്ധതി പ്രകാരം വായ്പകൾ ലഭിക്കും. ആ വായ്പ ഉപയോഗിച്ചുകൊണ്ട് ഇവര് 5 പേരടങ്ങുന്ന ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് അതിന് പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ആവശ്യമുണ്ട്. ഇന്റർവ്യൂവും ഒക്കെ നടത്തിയിട്ടാണ് ആ വായ്പ കൊടുക്കുന്നത്. ഇത് ബാങ്ക് ലിങ്ക്ഡ് ആണ് ഈ വായ്പ. അതുകൊണ്ട് ചില ബാങ്കിന്റെ ക്രൈറ്റീരിയസിൽ ഇത് പോകേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇത് മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബും വിജയകരമായി നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വായ്പാ സംവിധാനമാണ്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു ലോൺ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ആശ്രയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാങ്കുകളെയാണ്, ആദ്യം ബാങ്കുകളെയാണ്. അപ്പൊ ഈ ബാങ്കിൽ ഒരു ലോണിനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സിവിൽ റേറ്റിംഗ്, നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ്, നമ്മളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ ഇത്തരം ഈ സംസ്ഥാന ആവിഷ്കൃതമായിട്ടുള്ള ഇത്തരം പദ്ധതികളിൽ കുറച്ചുകൂടി ആളുകളെ സഹായിക്കുന്ന തരത്തിലേക്ക് അതിന്റെ നിയമങ്ങളെ മാറ്റിക്കൊണ്ടുവരികയും അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ കൂടുതൽ സുതാര്യത ഉണ്ടാവുകയും വളരെ എളുപ്പത്തിൽ ഒരു സംരംഭകരായി മാറാൻ ഈ ഒരു പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തെ സംരംഭകരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്.